okay. I will give a segment. Okay. Oh, to you. Oh my god. Okay. Okay, I am 100%. Now I became overconfident. I'm going to make a mistake now. I will say some Malayalam words. Okay. Okay. You just try. Okay. Okay, what's toughest word? I have to repeat what you say? Yeah. Okay. Or she should, you ask any question, she should know what did you say? No, I just say some Malayalam words, a sentence. Okay. 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 She should say what's the meaning of that. Repeat, okay? Repeat that. Repeat that. Okay. I just say something Malayalam dialogues in Movie movie. dialogues. Malayalam movie dialogues. Okay. Eh? Okay. Okay. You just try it. Okay. Repeat it. Okay. Repeat it. Slow, okay. Slow. Okay. Slow. Okay. The dialogue Laletan. You know Laletan Mohanlal. Mohanlal, yeah. Okay. The Laletan movie's dialogue. Okay. Okay. Vadi Marada Mundakil Shegara. Very Vadi Marada. Vadi Marada Mundakil Shegara. Very Marada. Vadi. Vadi. Ah. Vadi Marada. Ah. Mundakil. Mundakil. Sherikum. Ah. Shegara. 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 Vadi Marada Mundakil Shegara. Very Marada Mundakil. That's good. Good job. It's actually tough. You know? It's good. പറയാൻ പറ്റുമോ വഴി മാറട മുണ്ടക്കൽ ശേഖരം? വഴി മാറട മുണ്ടക്കൽ ശേഖര. Okay, no Easy problem. Next, നെട്ടൂരോനോടാണോടാ എനിക്ക് തന്നെ പറയാൻ Even she can't. Why would you give me that? Oh my god. just try, okay? നെട്ടൂരോനോ എന്തിന് നെട്ടൂരാനോടാണോടാ നിന്റെ കളി അല്ലേ? നെട്ടൂരാ. Okay. പഠിച്ചാൽ മതിയോ? നെട്ടൂരാനോടാണോടാ നിന്റെ കളി. No, say No, again. അത് കിട്ടൂല. ഒരു വേർഡും കൂടി. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. മമ്മൂട്ടിക്ക്. Okay. You know മമ്മൂട്ടി? Yeah, I know. Okay. Yeah. Okay. Who's your favorite actor in Malayalam? Prithviraj. പൃഥ്വിരാജിന്റെ ഒന്നും അറിയില്ല. സാരല്ലേ മമ്മുക്ക. Okay. Okay. ഇതിനു വഴി Again she's telling വഴി. That is easy for her. She's telling വഴി. വഴിന്ന് മാത്രം വേറെ ഒന്നും ഓർമ്മയില്ല അവരെ. Okay, with action ട്ടോ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അടിപൊളി. ഇനി ഞാൻ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കും. ഇനി ശ്രദ്ധിച്ചോ. സ്പീഡ് കൂട്ടും. നന്നായിട്ട് മലയാളം അറിയാം. Yeah, I know Malayalam. Well Malayalam. You know well Malayalam. No. Thank you. ഇനി അടുത്തത് നമുക്ക് ഇവിടെ കുറച്ച് സംസാരിക്കാം. Okay. ഈ വീട്ടിൽ ഈ പ്രപ്പോസൽ പറയുന്ന സമയത്ത് വീട്ടിലുള്ളവരൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നോ? ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അല്ല നമ്മൾ തന്നെ തുടങ്ങിയെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ പറഞ്ഞല്ലോ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, സ്കൂളിലായിരുന്നു. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒരു 6 years 7 years. ഇതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ ആക്ച്വലി ഇവള് മുംബൈയിൽ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ദുബായിലായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും വന്നിട്ടാണ് നമ്മൾ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയത്. അപ്പോഴാണ് ടിക്ടോക്കിൻ്റെ കാലം. അപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ ടിക്ടോക്ക് തുടങ്ങി. കാരണം വീട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ. പക്ഷേ ടിക്ടോക്കിൽ നിന്നായി പിന്നെ എല്ലാവരും കാണാൻ തുടങ്ങി. അന്ന് യുഎയിലൊക്കെ ഭയങ്കര ടിക്ടോക്ക് ആയിരുന്നു ഇറ്റ്. നമ്മുടെ നാട്ടിൽ ടിക്ടോക്കിൻ്റെ സമയമായിരുന്നു. എല്ലാവരും വിചാരിച്ചു നമ്മൾ കപ്പിൾസ് ആണോ, കല്യാണം കഴിച്ച ആർക്കും എല്ലാവർക്കും ഡൗട്ട്. മാത്രമല്ല ഈ മലയാളമാണോ. അന്ന് നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് മലയാളം ചെയ്തത്, മലയാളം വീഡിയോസ് നമ്മൾ ഡബ് സ്മാഷ് പോലെ നമുക്ക് ഡയലോഗ് പുറത്ത് കൊടുക്കും, നമ്മൾ സംസാരിക്കും, അങ്ങനെയായിരുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ ഉമ്മ കണ്ടു ഉപ്പാനോട് മറ്റേ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാരൊക്കെ ചോദിച്ചു ഇത് ആരാണ്, ഏതാ പെണ്ണ്, ഏതാ പിന്നെ നാട്ടിൽ നിന്ന് മൂത്താപ്പൊക്കെ ഏതാ നേപ്പാളിൻ്റെ കൂടെ ഒക്കെ നടക്കുന്നുണ്ടല്ലോ, എവിടുത്താരിയാണെന്നൊക്കെ, ഞാൻ അറബി പെണ്ണാണോ, നീ ഏത് ഹിന്ദി സംസാരിക്കണമെങ്കിൽ ഇനി ഇന്ത്യക്കാരിയാണോ, എന്താ ഒരു പെടുത്തല്ലോ ആരാന്ന് ചോദിച്ച് കൺഫ്യൂഷൻ, നമ്മളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഉപ്പ അങ്ങനെ ഉമ്മാട് ഇങ്ങനെ പറയും. സ്വാഭാവികമായിട്ട് നമുക്ക് ഉപ്പമാരടുത്ത് സംസാരിക്കുമല്ലോ ആണുങ്ങളങ്ങനെ. അപ്പോൾ ഉമ്മ അങ്ങനെ ആരാന്നൊക്കെ ചോദിച്ചിട്ട് തുടങ്ങി. ആരുമില്ല ഒഴിവാക്കും. പിന്നെ വീഡിയോസ് ഇങ്ങനെ കുറച്ചുകൂടി ഫേമസ് ആവാൻ തുടങ്ങിയപ്പോൾ വൈറലാകാൻ തുടങ്ങിയപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് സീനായി. പക്ഷെ ഉമ്മ അങ്ങനെ ചോദിക്കും എന്താണ് എൻ്റെ പ്ലാൻ, എന്താണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വിചാരം, എൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിച്ചു. അന്നേരം ഒന്നുമില്ല എന്ന് ഒഴിവാകും. പിന്നെ ഉമ്മ പറഞ്ഞ് ഒന്നെങ്കിൽ പെണ്ണുങ്ങളെ ശാപം, ഉമ്മ പാവാട്ടോ, അതല്ല ഭയങ്കര പാവാ. ഉമ്മനോട് പറയും പെണ്ണുങ്ങളെ ശാപം ഒന്നും വാങ്ങാൻ പറ്റില്ല, എനിക്ക് വെറുതെ ഒഴിവാക്കാനാണെങ്കിൽ വെറുതെ വാങ്ങരുത്, അല്ലാണ്ട് കൊതിപ്പിച്ച് ഇതാക്കിയത് കുറ്റം കിട്ടും പഠിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ തീരുമാനത്തിൽ ഇതെല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ അവളെ വീട്ടുകാരും കുറച്ച് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ അവളോട് ഒരു കാര്യം ചെയ്യും, അന്ന് 23 years ആയിട്ടുള്ളൂ, നമ്മൾ സെയിം ഏജ് ആണ് 23. അപ്പോൾ ഞാൻ പറഞ്ഞവളോട് നീ ആദ്യം പോയിട്ട് വീട്ടിൽ പറ, വൈകിപ്പിക്കേണ്ട വീട്ടിൽ പറഞ്ഞു. ഇവള് നേരെ പോയി വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ ഒരാളിഷ്ടമുണ്ട്.